നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് സ്വാഗതം. കരിയർ കോച്ച് രമ്യ ഗിരിജിയാണ് നമുക്കൊപ്പം ചേരുന്നത്. ഹായ് മാം, നമസ്കാരം. ഹായ്, നമസ്കാരം. അതായത് ഈ +2 റിസൾട്ട് വന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ +2 റിസൾട്ട് വന്നു കഴിയുമ്പോൾ പേരൻസിനും അതുപോലെ സ്റ്റുഡൻസിനും ഒക്കെ ഒരുപാട് ഈ സംശയങ്ങളുണ്ട്. കാരണം ഞാനിനി എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം? പലരും ചിലപ്പോൾ എൻട്രൻസ് ഒന്നും എഴുതാത്തവരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഗ്രി ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ളവരായിരിക്കാം, അതും അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും. അപ്പോൾ പൊതുവിൽ ഇപ്പോൾ വരുന്നൊരു സംശയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടത് +2ന് ശേഷം എന്ത് എന്നുള്ളതാണ്. ശരിക്കും +2ന് ശേഷം എന്താണ് ചെയ്യേണ്ടത്? +2ന് ശേഷം എന്ത് എന്ന് ചിന്തിക്കുന്നത് ബോർഡ് എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടല്ല. ആക്ച്വലി നേരത്തെ തന്നെ ചിന്തിക്കണം. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ബോർഡ് എക്സാമിൻ്റെ തിരക്കിലും പല കാരണങ്ങൾ കൊണ്ട് ലാസ്റ്റ് ആയിരിക്കാം നമ്മളൊരു ടെൻഷനിലേക്ക് എത്തുന്നത്, ഇനി എന്ത് ചെയ്യും എന്നുള്ളത്. ജനറൽ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി +2 കഴിഞ്ഞിട്ട് ഡിഗ്രി എടുത്ത് പോകുന്നു എന്നുള്ളതാണ്. അത് ബിടെക് എടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ MBBS, അങ്ങനെ ഒരു മെഡിക്കൽ സ്ട്രീമിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്, ജനറൽ ഗ്രാജുവേഷനിലേക്ക് പോകുന്നവരുണ്ട്. ഇതുകൂടാതെ ഡിപ്ലോമ കോഴ്സുകൾ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇതാണ് നോർമലി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരുന്നത്. അല്ലെങ്കിൽ പിന്നെ ജോലിയാണ്. +2 കഴിഞ്ഞു, ഇനി എനിക്ക് പഠിക്കാൻ സാധ്യതയില്ല. പിന്നെ കുറേ കുട്ടികൾ ബ്രേക്ക് എടുക്കുന്ന കുട്ടികളും ഉണ്ട്. 1 ഇയർ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി ബ്രേക്ക് എടുക്കുന്നവരും ഉണ്ട്. ഈ റീസെൻ്റായിട്ട് ഞാനൊരു കുട്ടിയെ കണ്ടായിരുന്നു, ഞാൻ ഇനി 1 ഇയർ ഒന്നും പഠിക്കാതെ ഇരിക്കട്ടെ, അത് കഴിഞ്ഞ് ആലോചിക്കാം എന്ന് പറഞ്ഞത്. മീൻസ് എൻട്രൻസിന് പോകുന്നില്ല, ബ്രേക്ക് എടുക്കുവാണ് എന്ന്. അതൊരു ശരിയായ തീരുമാനമാണോ? അതൊരു ശരിയായ തീരുമാനം അല്ല ആക്ച്വലി. കാരണം ഒരു ബ്ലാങ്ക് ആയിട്ടൊരു ബ്രേക്ക് എടുക്കുന്നത് നല്ലൊരു തീരുമാനമല്ല. കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ മാഡം പറയുന്നതെന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ +2ന് റിസൾട്ട് വന്നതിന് ശേഷമല്ല ഈ ഒരു തീരുമാനം എടുക്കേണ്ടത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ +2ന് നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എടുക്കേണ്ട ഒരു തീരുമാനം. നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ പലർക്കും മാഡം പറഞ്ഞതുപോലെ ഈ കോഴ്സുകൾ, ഈ 3 വർഷ കോഴ്സുകൾ ചെയ്യാൻ പലർക്കും താല്പര്യം ഉണ്ടാവത്തില്ല. അതായത് ഡിഗ്രി കോഴ്സുകൾ, നോർമൽ ഡിഗ്രി കോഴ്സുകൾ, എല്ലാവരും എൻട്രൻസ് എഴുതുന്നവരല്ലോ. അപ്പോൾ നോർമൽ ഡിഗ്രി കോഴ്സുകൾ ചെയ്യാൻ പലർക്കും താല്പര്യം ഉണ്ടാവത്തില്ല. അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഞാനൊരു 1 ഇയർ ഉള്ള ചെറിയ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ട് ജോലിയിലേക്ക് കടക്കുക, അതിനുശേഷം പിന്നെ വേണമെങ്കിൽ എനിക്ക് ജോലി ഇരുന്നുകൊണ്ട് പഠിക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് താല്പര്യമുള്ള ആൾക്കാർ ഇപ്പോൾ ഈ തലമുറ. ഇപ്പോൾ എൻ്റെ ഒരു കസിൻ തന്നെ, എൻ്റെ ഒരു കസിൻ്റെ മോൻ, അപ്പം പുള്ളിക്കാരൻ പറയുന്നത് പറഞ്ഞാൽ, എനിക്ക് ഇനി ഡിഗ്രിക്ക് പോകാൻ വയ്യ, +2 കഴിഞ്ഞു, ഞാൻ ഒരു 1 ഇയർ മൊബൈൽ ടെക്നോളജി പഠിക്കാൻ പോവുക. അപ്പം നമ്മുടെ അടുത്തൊക്കെ വിളിച്ച് ചോദിച്ചു, മൊബൈൽ ടെക്നോളജി എങ്ങനെയുണ്ട്, അത് പഠിക്കാമോ? ശരിക്കും അത്തരം കോഴ്സുകൾ പഠിക്കുന്നത് തെറ്റൊന്നുമില്ല, പക്ഷേ അതൊരു നല്ല തീരുമാനമാണോ ശരിക്കും പറഞ്ഞാൽ? അത് നല്ല തീരുമാനമാണോ എന്ന് ചോദിക്കുന്ന കുട്ടിയുടെ സാഹചര്യവും പല കാരണങ്ങളുണ്ട്. ഒരു കുട്ടി അങ്ങനെ ഒരു കോഴ്സിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങളായിരിക്കാം, പെട്ടെന്ന് ജോലി വേണം, പിന്നെ ചിലപ്പോൾ അക്കാഡമിക്കലി എക്സൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവായിരിക്കാം. അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള ഒരുപാട് ഒരു ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഈ പറയുന്ന നമുക്കൊരു ജോലി കിട്ടാനുള്ള സാധ്യതകളുമുണ്ട് പല കോഴ്സുകളും. പക്ഷേ ആ ജോലിയിൽ കിട്ടുന്ന സാലറി നമുക്ക് നമ്മളുടെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതത്തിന് മതിയാവുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം നമുക്കിപ്പോൾ ജോലി കിട്ടുന്നു, നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ആ കാശ് മതിയാവും. അപ്പോൾ അവർ ആ ഒരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. സോ ബേസിക്കലി ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. സോ ഇപ്പം എന്തെങ്കിലും ഒരു സാഹചര്യവശാൽ ഡിപ്ലോമ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷനിലെങ്കിലും ഒരു ഗ്രാജുവേഷൻ ചെയ്യുന്നത് അഡ്വൈസബിൾ ആണ്. അപ്പോൾ ഈ 1 ഇയർ കോഴ്സ്, നമ്മൾ നേരത്തെ ചോദിച്ച പോലെ ഈ 1 ഇയർ കോഴ്സ് ഇപ്പോഴത്തെ ഒരു പെട്ടെന്നൊരു നിലനിൽപ്പ് എന്നുള്ള രീതിയിൽ 1 ഇയർ കോഴ്സ് എടുത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക്, ഈ വൈറ്റ് കോളർ ജോബ്സ് പൊതുവേ ഈ 1 ഇയർ കോഴ്സിൽ എടുത്ത് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ജോബ് കിട്ടുമോ? അതോ ഈ ടെക്നിക്കൽ നോളജുകളിലുള്ള ജോലികൾ മാത്രമേ അവർക്ക് സാധ്യത ഉണ്ടാകത്തുള്ളൂ? മെയിൻലി ഇപ്പം ഒരുപാട് ജോബ് സെനാരിയോ ഭയങ്കരമായിട്ട് ചേഞ്ചിങ് ആണ്. ഇപ്പം കുറച്ച് നാൾ മുന്നേ തന്നെ ഗൂഗിള് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്, അവർ റിക്രൂട്ട്മെൻറ്റിൽ ഒരു ടാസ്ക് പോലെയാണ് കൊടുക്കുന്നത്. അതാരാണ് സോൾവ് ചെയ്ത് കൊടുക്കുന്നത്, നല്ല രീതിയിൽ അതെങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ആകുകയാണ് നമ്മളുടെ ഒരു ജോബ് സെനാരിയോ തന്നെ മാറുന്ന ഒരു സാഹചര്യം. അതെ അതെ. അപ്പം കഴിവുള്ളവർ മുന്നിലേക്ക് വരട്ടെ, പിന്നെ അപ്സ്കിൽ കഴിവുള്ളവരെക്കാട്ടിലും ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെക്കാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ കഴിവുള്ളവരും അത് എക്സ്പ്ലോർ ചെയ്യുന്നവർ. ഇപ്പോഴത്തെ നമ്മളുടെ ഒരു ജനറേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പേരൊക്കെ എന്താ പറയുക, വേസ്റ്റ് ചെയ്യുവാണ്, അവരുടെ സമയം വേസ്റ്റ് ചെയ്യുവാണ്, അവരുടെ സ്കില്ല് വേസ്റ്റ് ചെയ്യുവാണ്. അപ്പം ഏറ്റവും കൂടുതൽ നല്ല സ്കില്ലുള്ള ആൾക്കാരെ, അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെയും എന്താ പറയുന്നതാണ് ഇപ്പോൾ കമ്പനികളും എല്ലാവരും നോക്കുന്നത്. ഒരു ഡൈവേഴ്സ് ഒരു ഗ്രൂപ്പിനെയാണ് ഇപ്പോൾ മെജോറിറ്റി വലിയ വലിയ കമ്പനികൾ നോക്കുവാണെങ്കിലും അങ്ങനെയാണ് അവരുടെ റിക്രൂട്ട്മെൻറ്റും നടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.